നമ്മുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റിന് ശേഷം തെളിയുന്ന ആകാശം പോലെ ചില നിമിഷങ്ങളുണ്ട്. അതാണ് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. അതിനെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അവസരങ്ങൾ ഒരു മിന്നൽ പോലെയാണ് അല്ലേ? അത് ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ കടന്നു വരും. നമ്മൾ ശ്രദ്ധയോടെ അതിനെ പിടിച്ചില്ലെങ്കിൽ അത് അടുത്ത നിമിഷം കടന്നു പോവുകയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര തവണ സ്വയം പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ പഠിക്കാൻ പോയിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ റിസ്ക് എടുത്തിരുന്നെങ്കിൽ, ആ ആശയം ഉടൻ നടപ്പാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ. നിങ്ങൾ ഒരിക്കലെങ്കിലും മുന്നേ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല നഷ്ടബോധങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ കാണാതെ പോയതോ അല്ലെങ്കിൽ പേടിച്ച് ഉപേക്ഷിച്ചതോ ആയ അവസരങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അധികം ആളുകൾക്കും അങ്ങനെയായിരിക്കും. അവസരങ്ങൾ ഒരിക്കലും നമ്മുടെ വാതിലിൽ വന്ന് ഞാൻ നിനക്ക് വേണ്ടി വന്നതാണ് എന്ന് പറയുകയില്ല. അവസരങ്ങൾ പലപ്പോഴും വരുന്നത് ഒരു വെല്ലുവിളിയുടെ രൂപത്തിലാണ്, ഒരു പ്രശ്നത്തിൻ്റെ മറവിലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വഴി തുറക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. നമ്മുടെ കണ്ണുകളും മനസ്സും തുറന്നിരിക്കണം. അവസരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ് വിജയത്തിൻ്റെ ആദ്യ താക്കോൽ. ഭയത്തെ നിങ്ങൾ അകറ്റി നിർത്തണം. കീപ് യുവർ ഫിയർ എവേ. ചിലപ്പോൾ ഒരു നല്ല അവസരം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതാണ്, ഞാൻ ഇതിന് യോഗ്യനല്ല, എനിക്കിത് ചെയ്യാൻ ആവശ്യമായ കഴിവുകളില്ല. ഈ ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവസരം നിങ്ങളെ തേടി വന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ അതിനെ നേരിടാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. അത് പുറത്ത് കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു പുതിയ യാത്ര തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വഴി അറിയില്ലായിരിക്കാം, എന്നാൽ മുന്നോട്ട് നടന്നു തുടങ്ങുമ്പോൾ വഴി തെളിയും. പ്രശസ്തരായ വ്യക്തികളുടെ ചരിത്രമെടുത്താൽ അവരെല്ലാം കുറേയധികം വാതിലുകൾ മുട്ടിയവരാണ്. 100 തവണ നോ കേട്ടാലും 101ാമത്തെ വാതിൽ നിങ്ങൾക്കായി തുറക്കുമെന്ന് വിശ്വസിക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരു അവസരം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾ ഒരിക്കലും പരാജിതനാകുന്നില്ല. കാരണം നിങ്ങൾ ആ യാത്രയിൽ നേടിയ അറിവും അനുഭവവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ അനുഭവം ബുദ്ധിയോടെ അടുത്ത അവസരത്തിന് നിങ്ങളെ സജ്ജരാക്കും. അവസരം നമ്മെ തേടി വരുന്നത് കാത്തിരിക്കേണ്ടതില്ല. നമുക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എങ്ങനെയെന്നല്ലേ? കീപ് ലേണിംഗ്. പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള അവസരങ്ങളുടെ നിലവാരവും ഉയരും. നിങ്ങൾ ഒരു വിദഗ്ധനാകുമ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് യുവർ റിലേഷൻഷിപ്പ്. പുതിയ ആളുകളുമായി പരിചയപ്പെടുക. പുതിയ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങൾ വരുന്നത് നമ്മൾ വിശ്വസ്തയോടെ ഉണ്ടാക്കിയ ബന്ധങ്ങളിലൂടെയാണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ പുതിയ വാതിലുകളാണ് തുറക്കുന്നത്. നിങ്ങൾ എപ്പോഴും കാത്തിരിക്കുന്നത് തികച്ചും അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടിയാണല്ലേ? ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്. പക്ഷേ സത്യം എന്തെന്നാൽ പെർഫെക്റ്റ് മൊമെൻറ്റ് എന്നത് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക. പേടിയെ മാറ്റിവെച്ച് ധൈര്യത്തെ കൂടെ കൂട്ടുക. നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാൻ ഈ നിമിഷം മതി. ഓരോ ദിവസവും പുതിയ 24 മണിക്കൂറാണ്. ഓരോ മണിക്കൂറും പുതിയൊരു അവസരമാണ്. ആ അവസരങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ എഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക, നിങ്ങളുടെ അവസരങ്ങളെ പിടിച്ചെടുക്കുക. നിങ്ങൾക്കതിന് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.